ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലം എന്ന് പറയുന്നത് തുമ്പോട് മുടിപ്പുര ദേവി ക്ഷേത്രമാണ്. അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. കൂട്ടുകാരെ, ഇത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കാരേറ്റ് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് തുമ്പോട് എന്ന് പറയുന്ന ഒരു ഒരു കൊച്ചു ഗ്രാമമുണ്ട് കേട്ടോ. ആ ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്രമാണ്, അതിപുരാതനമായ ഒരു ദേവീക്ഷേത്രം. അതാണ് നമ്മുടെ തുമ്പോട് മുടിപ്പുര ദേവീക്ഷേത്രം. ഇവിടെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് നമുക്ക് അറിയാവുന്നത് ഞാൻ അറിയാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അത് മാത്രം ഞങ്ങളിതിൽ സംസാരിക്കുകയാണ്. ആദ്യം ഇത് പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ പ്രതിഷ്ഠ ദേവി അല്ലെങ്കിൽ ദുർഗ എന്നറിയപ്പെടുന്ന ഭദ്രകാളിയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. ശക്തിയുടെയും ദിവ്യശക്തിയുടെയും മൂർത്തിഭാവമാണിതെന്ന് ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭക്തർ ആരാധനയുടെയും നന്ദിയുടെയും ഒരു രൂപമായി ദേവന് പ്രാർത്ഥനകൾ, പൂക്കൾ, തേങ്ങകൾ, മറ്റ് വഴിപാടുകൾ എന്നിവ അർപ്പിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ഭക്തർ നേർച്ചകളും വഴിപാടുകളും നടത്തുന്നത് ഇവിടെ പതിവാണ്. ഉത്സവങ്ങൾ ഇവിടെ നിരവധി ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിപ്പുര പൂരം, പിന്നെ അതുകൂടാതെ തന്നെ നവരാത്രി മഹോത്സവം, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉത്സവങ്ങളാണ് കേട്ടോ. കേരളത്തിലെ കല്ലറയിലെ മുടിപ്പുര ദേവി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഈ മുടിപ്പുര പൂരം എന്ന് പറയുന്ന ഉത്സവം ഊർജ്ജസ്വലമായ ഘോഷയാത്രകൾ, വിപുലമായ ആചാരങ്ങൾ, തീക്ഷ്ണമായ ഭക്തി എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു പരമ്പരാഗത ഉത്സവമാണ് കേട്ടോ. ഈ ഉത്സവം പ്രാദേശിക സമൂഹത്തിന് ആഴത്തിലുള്ള സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം നൽകുന്നുണ്ട്. സമ്പന്നമായ പൈതൃകവും ആത്മീയ അന്തരീക്ഷവും കൊണ്ട് മുടിപ്പുര പൂരം ഉത്സവം തീർത്ഥാടകരെയും സന്ദർശകരെയും ആകർഷിക്കുന്നത് തുടരുന്നു. കല്ലറയുടെ ഹൃദയത്തിൽ ഒരു സമൂഹ ആഘോഷത്തിൻ്റെയും ദിവ്യബന്ധത്തിൻ്റെയും ഒരു ഒരു സഹകരണ ബോധം ഇവിടെ വളർത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ നവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് ആ സമയത്ത് മഹാനവമിയിൽ ഭക്തർ ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട് ഇവിടെ. അതിൽ സ്തുതിഗീതങ്ങളും വഴിപാടുകളും അടങ്ങിയ നവമി പൂജ, ഉപകരണങ്ങളെയും വാഹനങ്ങളെയും ബഹുമാനിക്കുന്നതിനുള്ള ആയുധ പൂജ, ചില പ്രദേശങ്ങളിൽ അറിവിനും പഠനത്തിനുമുള്ള സരസ്വതി പൂജ എന്നിവ ഉൾപ്പെടുന്നു. ദസറ എന്നും അറിയപ്പെടുന്ന വിജയദശമിയിലെ വിജയത്തിനായിട്ടുള്ള പൂജകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആരാധനയുടെ അവസാനത്തിലായി സരസ്വതി വിസർജൻ, ഒരുപക്ഷെ ചില പ്രദേശങ്ങൾ ദുർഗാ വിസർജൻ എന്നിവയുമായി ആചാരങ്ങൾ തുടരുന്നു. ഇത് ദുർഗാദേവിയുടെ വേർപാടിൻ്റെ പ്രതീകമാണ് കേട്ടോ. ഇവിടെ ക്ഷേത്രം വളരെ അതിപുരാതനമായ പഴമകൾ കൊണ്ട് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രം മുൻപ് ഇങ്ങനെ അല്ലായിരുന്നു. വയലായിരുന്നു. വയലിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു സൈഡിലായിട്ടിരുന്ന ഒരു ക്ഷേത്രമാണ് അത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണത്, ഒരു ദേവീ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രം നമ്മുടെ മുടിപ്പുര ദേവീ ക്ഷേത്രം എന്നറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് ഉത്സവ സമയത്ത് ഓല കൊണ്ട് അതൊക്കെ കെട്ടി, വയലിൽ ഓല കൊണ്ടൊക്കെ കെട്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഉത്സവ സമയത്തൊക്കെ ദേവിയെ ആ ഉത്സവ സമയത്ത് അവിടെ കുടിയിരുത്തുന്ന ഒരു സമ്പ്രദായമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിൽക്കാലത്ത് അത് മാറുകയും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞത് മുൻകാലങ്ങളിൽ വയലായിരുന്നു. വയലൊക്കെ മാറി നല്ല രീതിയിൽ മണ്ണൊക്കെ നിറച്ച് നല്ലൊരു ഒരു തറയും, പിന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു ആഡിറ്റോറിയവും, പിന്നെ ഓഫീസ് കെട്ടിടം, ക്ഷേത്രമൊക്കെ നല്ല രീതിയിൽ പണിഞ്ഞ് വളരെ വിപുലീകരിച്ചെടുത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും പഴമയുടെ ഇത് പറയുന്നുള്ളത് കൊണ്ട് തന്നെ അത് അത്രയും നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മുടിപ്പുര ദേവീക്ഷേത്രം. കല്ലറയുടെ മഹോത്സവം അല്ലെങ്കിൽ ദേശീയോത്സവമായാണ് നമ്മുടെ മുടിപ്പുര ദേവീക്ഷേത്രത്തിലെ മുടിപ്പുര പൂരം എന്നറിയപ്പെടുന്ന ഉത്സവം നടക്കുന്നത് കേട്ടോ. വളരെ ഭയങ്കര രീതിയിലുള്ള ജനാവലിയാണ് ഇവിടെ. ഇതൊരു കാവുണ്ട് കേട്ടോ. അത് മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാവുണ്ടായിരുന്നു ഇവിടെ. അതിനെ അവർ നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒരു കാവ് അതുപോലെ തന്നെ അവർ വരുത്തിയിട്ടുണ്ട്. ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ക്ഷേത്രം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നീടാണിതിപ്പോൾ ഈ രീതിയിലൊക്കെ ആയിരിക്കുന്നത്. പിന്നെ പൂജാ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഒരു ഷോപ്പ്, അത് അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു ആൽമരം, അതൊക്കെ നല്ല രീതിയിൽ അവർ അത് ആ രീതിക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് വരുന്ന സമയത്ത് നമ്മൾ വയലിലൊക്കെ ഓടിക്കളിച്ചിട്ടുള്ളതാണ് ഉത്സവ സമയത്തൊക്കെ.
അത്രയും നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അത്രയും ഉത്സവങ്ങൾ 10 ദിവസത്തെ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അതാണ് ഇവിടുത്തെ ദേശീയ ഉത്സവം. കല്ലറയുടെ ദേശീയ ഉത്സവമായി നമ്മുടെ മുടിപ്പുര ദേവി ക്ഷേത്രത്തിലെ ഉത്സവം മാറിയിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻറ്റിങ് വർക്കും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തിരിക്കുന്ന നല്ല പൈസ മുടക്കി തന്നെയാണ്. ഞാൻ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഗൾഫ് സഹോദരങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്. നമ്മുടെ ഈ ക്ഷേത്രമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരും ഇവിടെ ഒരുപാട് പ്രാർത്ഥനാ സഹായങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുന്നുമുണ്ട് ഇപ്പോഴേ. അപ്പം അത്രയും ശക്തിയുള്ളൊരു ദേവിയാണ്. ഈ ദേവി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിനൊരു ഉൾഭാഗത്തായിട്ട് ഒരു ശിവക്ഷേത്രവുമുണ്ട് കേട്ടോ. മുടിപ്പുര ശിവക്ഷേത്രവുമുണ്ട്. അപ്പം നമ്മൾ ദേവീക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇന്ന്, ദേവീക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത്രയും മനോഹരമായി ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ മുൻവശത്തായിട്ട് ഒരു ആലും, അതുകൂടാതെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കളർഫുള്ളായിട്ട് ആ കളർ ചേഞ്ചിങ്ങിനായിട്ട് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് ഇടക്കാലത്ത് ഇത് നല്ല ഗോൾഡൻ കളറിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ ദേവി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദേവിയെ അകത്ത് നമ്മുടെ ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗോൾഡ് പൂശിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറക്റ്റ് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് എന്തെങ്കിലും അതറിയാവുന്ന കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് നമുക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് നമ്മളിതിപ്പോൾ പുറം ഭാഗത്ത് നമ്മൾ നിന്നതിന് ശേഷം നമുക്ക് നമുക്ക് അറിഞ്ഞ് നമ്മൾ ഒരു ചുറ്റുപാടിൽ അറിഞ്ഞതും നമ്മൾ കണ്ടപ്പോഴത്തേക്കും നമുക്ക് അനുഭവപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. കൂട്ടുകാരെ, ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അങ്ങക്ക് അറിയിക്കാവുന്നതാണേ. അപ്പോൾ കൂട്ടുകാരെ, മുടിപ്പുര ക്ഷേത്രത്തിലെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഞങ്ങളുടെ വീഡിയോകൾ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.